നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുവള്ളൂർ. 9/9/2025 ചൊവ്വാഴ്ച രാവിലെ റബ്ബർ വില. സ്വർണ്ണവില 1 ഗ്രാമിൻ്റെ മുകളിൽ 10 രൂപയും 1 പവൻ്റെ മുകളിൽ 80 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് റബ്ബർ വില നോക്കാം. റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 191 രൂപ 50 പൈസയും, RSS 5 കിലോ 188 രൂപ 50 പൈസയും, ISL 20 165, ലാറ്റക്സ് 60% 131 രൂപ ആണ്. ഇതാണ് കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 191 രൂപ 50 പൈസ, RSS 5 കിലോ 188 രൂപ 50 പൈസ. ഇതാണ് കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡിയൻ ഷീറ്റ് നോക്കുമ്പോൾ ലൂസ് കിലോ 182, ലോട്ട് കിലോ 170 മുതൽ 175. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 122 രൂപ 50 പൈസയും, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 91 രൂപ 88 പൈസയുമാണ്. വിദേശവില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 191 രൂപ 19 പൈസയും, RSS 5 കിലോ 190 78 പൈസയാണ്. ഇതാണ് വിദേശ വില. ഇനി കേരളത്തിലെ വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരി വില കോട്ടയം RSS 4 കിലോ 183 രൂപ 50 പൈസയും, RSS 5 കിലോ 180 രൂപ 50 പൈസയും, ISL 20 164 രൂപ 50 പൈസ മുതൽ 165. ഒട്ടുപാൽ നോക്കുമ്പോൾ 70% DRC ഉള്ള ഒട്ടുപാൽ കിലോ 104 മുതൽ 110 രൂപയാണ്. ഇതാണ് ഇന്നത്തെ രാവിലത്തെ റബ്ബർ വില. ഇപ്പോൾ മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 6-7 ദിവസം കഴിഞ്ഞപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്തപ്പോൾ മിക്ക തോട്ടങ്ങളിലും പാല് കുറവുമാണ്. പകല് നന്നായി ചൂടുമുണ്ട്. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 9,935, 1 പവൻ 79,480. അതേസമയം 24 ക്യാരറ്റ് 1 ഗ്രാം 10,838, 1 പവൻ 86,704. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. തേങ്ങ വില നോക്കുമ്പോൾ തേങ്ങ ചകിരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 87, കൊപ്ര എടുത്തവടി 219, വെളിച്ചെണ്ണ ലിറ്ററിന് 480, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1850, കയർ ഇഴക്കയർ 10, കരിപ്പൊട്ടി കയർ 10 മുതൽ 15, ജാതിക്ക തൊണ്ടോടുകൂടി 280, കച്ചോലം ഉണങ്ങി 450, ഗ്രാമ്പു 775, നാടൻ 885, ചുക്ക് ബെസ്റ്റ് 250, പൈനാപ്പിൾ പച്ച 36, പഴം 43, കുരുമുളക് അൺഗാർബിൾഡ് കിലോ 695, കുരുമുളക് പുതിയത് 685, ഗാർബിൾഡ് കിലോ 715, കുരുമുളക് വയനാടൻ 700, ചേട്ടൻ 690. ഇതാണ് ഇന്നത്തെ വിലകൾ. നിപ്പ വൈറസ് ബാധ കണ്ടെത്താൻ പുതിയ മാർഗവുമായി തോന്നയ്ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി. മനുഷ്യരിലും മൃഗങ്ങളിലും നിപ്പ വൈറസ് ബാധ കണ്ടെത്താൻ സഹായിക്കുന്ന സൂഡോ വൈറസ് പരിശോധനാ സംവിധാനമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി ടെക്നോളജി. ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വകുപ്പിലെ ഡോക്ടർ അനിതയുടെ സഹകരണത്തോടെ വികസിപ്പിച്ചെടുത്തത്. നിപ്പ വാക്സിൻ വികസിപ്പിക്കുന്നതിലും വിതരണത്തിലും അടക്കം നിർണായക ചുവടുവെപ്പാകുമെന്ന് ഡോക്ടർ ശ്രീകുമാർ പറയുകയുണ്ടായി. അതിന് ആശ്വാസമായി ആരോഗ്യ മേഖലയ്ക്ക് പഴങ്ങൾ കടിച്ചത് മറ്റതും കഴിക്കാതിരിക്കുക. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകും. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.